എൻ്റെ ഈ എഡിറ്റിംഗ് മീഡിയ എന്ന ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വില്ലേജ് സ്പൈസസിലെ ഇക്കാനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ. ഞാൻ പലപ്പോഴും ഈ പാചകം ഇടയ്ക്കൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഇക്ക യൂട്യൂബിൽ നോക്കി ഇക്കയുടെ വില്ലേജ് സ്പൈസസിലെ ഇത് നോക്കിയ പല പാചകങ്ങളും ഞാൻ ചെയ്യാറുള്ളത്. അന്ന് ഇക്കാനെ കാണണമെന്നും ഇക്കയായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്നും എനിക്ക് അതിയായ മോഹം തോന്നി. അങ്ങനെ ഇക്കയുടെ അടുത്ത് പറഞ്ഞു, ഇക്ക ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഈ ചാനലിന് വേണ്ടി സഹകരിക്കുന്നതിന് വളരെയധികം നന്ദി. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ കുക്കിംഗ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കിനല്ല. ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് എഡിറ്റിംഗ് മീഡിയ എന്നാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്യാമെന്നാണ്. എനിക്ക് ഇച്ചിരി പനിയും കാര്യങ്ങളും ജലദോഷമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് അല്ലേ? അപ്പം ശരി, ഇദ്ദേഹത്തിൻ്റെ വാക്ക് മാനിച്ചുകൊണ്ട് എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്കത് കേൾക്കാം. എന്നാ നിങ്ങളും കാണണം, പറഞ്ഞു. ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ചെറിയ ഈ യൂട്യൂബിലുള്ള ഷോർട്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടോ കൂടുതലും ഞാൻ കുക്ക് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു പയർ തോരനോ ഒരു ഫിഷ് മേടിച്ചോ എന്ത് വേലും വെച്ച് കഴിഞ്ഞാൽ ഇക്ക ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഞാനത് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അപാര രുചി എന്ന് പറഞ്ഞാൽ അപാര രുചിയാണ്. ആ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് അത് ചെയ്തിട്ട് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു രുചി, എന്തൊരു വല്ലാത്തൊരു ഇത് ഇക്ക എങ്ങനെ ഇത് പഠിച്ചത്? ഇദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾ പല പ്രാവശ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുമുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് പല ചാനലുകാരൊക്കെ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പം തന്നെ ഈ ഫീൽഡുമായിട്ട്, കുക്കിംഗ് ഫീൽഡുമായിട്ടും അതേപോലെ തന്നെ കേറ്ററിങ്ങിൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രീതിയിൽ ഈ ജോലിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് പഠിച്ചതാണ്. എന്ന് പറഞ്ഞൊരു പൂർണ്ണമായിട്ടൊരു വലിയൊരു പാചകക്കാരൻ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന പാചകങ്ങൾ പല വീട്ടമ്മമാർക്കും പലർക്കും അതൊരു പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഈ ചാനലിന് ഇത്രയും സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടാൻ കാര്യം. ചെറിയൊരളവിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു 3-4 പേർക്ക് വളരെ ചിലവ് കുറച്ച് രുചികരമായിട്ട് അതും ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിനെല്ലാവരോടും എനിക്ക് കടപ്പാടുമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനും എന്നോടുള്ള താല്പര്യം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ നന്ദിയുണ്ട്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കുക്കിങ്ങാണ്. കുക്കിംഗ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ ആൾക്കാരുമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുമുണ്ട്. എല്ലാവരെയും ഒരു നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ ഒരുപാട് പാചകവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ ജീവനോടൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടം വരെ എത്താനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇക്കയുടെ ഈ ചാനൽ കണ്ട ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കാൻ തുടങ്ങി. എനിക്ക് കുക്കിംഗ് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു, എന്നാലും പഠിക്കാൻ തുടങ്ങി. ലാലേട്ടൻ ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അന്നപ്പോൾ ഇക്കയ്ക്ക് എന്താ തോന്നി? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇക്കയ്ക്ക് ലാലേട്ടനെ പോലുള്ള മഹാനടൻ ഇക്കാനെ ഫോളോ ചെയ്യുന്നെന്ന് പറയുമ്പം ഇക്കയ്ക്ക് തോന്നിയൊരു എന്തോ ഫീലിംഗ് എന്തോ? അതൊരു വലിയ ഭാഗ്യമല്ലേ, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്കത് കിട്ടി. അതിന് ഞാൻ ലാലേട്ടനോട് കടപ്പെട്ടിരിക്കുക. കാര്യം എന്താണെന്നറിയോ, ലാലേട്ടൻ ഈ ചാനലൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ, ഞങ്ങളുടെ ഈ വില്ലേജ് സ്പൈസ് എന്ന് പറഞ്ഞ ചാനലൊന്ന് ഇളകിയിട്ടുണ്ട്. മനസ്സിലായി? കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കാണാനും വന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ലാലേട്ടൻ ഫോളോ ചെയ്യുന്ന ചാനലുണ്ട്, ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് പലരും വന്ന് വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചാനലിൻ്റെ ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ലാലേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിന് ലാലേട്ടനോട് നന്ദിയുണ്ട് കേട്ടോ. ലാലേട്ടനോട് മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ഓരോ ജോലിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ ഇക്കായിക്ക് ഈ പാചകത്തിലോട്ട് കടന്നു വരാൻ തോന്നിയ ഒരു നിമിത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാചക ജോലിയൊക്കെ ചെയ്തതിന് മുമ്പ് മറ്റുള്ള സാധാരണപ്പെട്ട കൂലിപ്പണിയൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. പല രീതിയിലും പല ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലുള്ള ജോലിയൊന്നുമല്ല, ചെറിയ ചെറിയ നാട്ടിൻ പുറത്തുള്ള പെയിൻറ്റിങ്ങുകൾ അതേപോലുള്ള ജോലിയൊക്കെ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ഈ പാചകത്തിന് വരാൻ കാര്യം നമ്മുടെ ഒരു സഹോദര നിമിത്തമാണ് ഇതിൻ്റെ അകത്ത് വരാൻ കാര്യം. എന്നാൽ പാചകത്തിനോട് അന്നത്തെ ഇഷ്ടം കൊണ്ടൊന്നും അല്ല, കാര്യം കുടുംബം വളരെയാണല്ലോ. അങ്ങനെ അതിലോട്ട് ആ ജോലിയിലോട്ട് വന്ന് അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഇത് കൊള്ളാമല്ലോ, ഇത് രസമുണ്ട്. ഒരു പക്ഷേ നമ്മൾക്ക് വിധിച്ചത് ഇതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ.
അങ്ങനെ ഒരു ഇഷ്ടം എനിക്കുണ്ടായി ഈ പാചകത്തിൽ. അങ്ങനായി കുറേ നാൾ ഇതിൻ്റെ പുറകെയൊക്കെ നടന്ന് കുറേ ജോലികളൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റി. ഇതിൻ്റെ രീതികളോ ചിട്ടവട്ടങ്ങളോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ കൂടുതൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള രീതിയിലുള്ള ബിരിയാണികൾ, അതേപോലെ ഫ്രൈഡ് റൈസ്, നാടൻ രീതിയിലുള്ള ഊണ്, ഇതൊക്കെയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എനിക്ക് വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ അകത്ത് അത് എനിക്കൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ചെയ്ത് പഠിച്ചതുകൊണ്ട് എനിക്കത് വളരെ ഈസി ആയിട്ട് ഇപ്പം കുക്കിംഗ് ചാനൽ നടത്താൻ പറ്റും. പണ്ട് നിങ്ങൾ ഇപ്പോഴാണ് ഈ ഗ്യാസ്, പണ്ട് നിങ്ങൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ അടുപ്പ് ചിരട്ടയൊക്കെ വെച്ച് കത്തിച്ച് ഇത് വിറകാലായിരുന്നു. ഇന്നല്ലേ ഈ ഗ്യാസിൽ കൂടുതൽ ചെയ്യുന്നത്. അന്ന് നിങ്ങൾ ഈ വിറകും കാര്യങ്ങളും ഒക്കെ അല്ലേ ചെയ്യുന്നത്? അതെങ്ങനെ ഈ കണ്ണിലടിച്ച് ഒരു ആദ്യമേ ഒക്കെ പണ്ടൊക്കെ ഇതുപോലെ വിറകൊക്കെ കത്തിപ്പോഴത്തേക്കും നമുക്കത് പുകയുടെ ആ ദോഷവശങ്ങൾ നമുക്കറിയത്തില്ല. ആദ്യകാലത്തൊക്കെ ഞാൻ ഈ കുക്കിങ്ങിന് പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ വിറകടുപ്പാണ് കൂടുതലും. കാരണം ബിരിയാണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ വലിയ ചെമ്പിൻ്റെ അകത്തും വാർപ്പിൻ്റെ അകത്തൊക്കെയാണ് ഇറച്ചിയും അതുപോലെ തന്നെ ചോറിൻ്റെയൊക്കെ പരിപാടിയൊക്കെ ചെയ്തത്. വലിയ ചെമ്പിൻ്റെ അകത്തൊക്കെ അത് ഗ്യാസ് അടുപ്പ് വെച്ചാൽ ശരിയാകത്തില്ല. കാര്യം 1-2 ബർണർ വെച്ചാൽ ആ ഒരൊറ്റ സ്പോട്ടിൽ മാത്രമേ അത് കത്തത്തുള്ളൂ. വിറക് വെക്കുമ്പോഴത്തെ എല്ലാ ഭാഗത്തും തീ കിട്ടും. അപ്പോൾ ഇത് പുകയൊക്കെ അടിച്ചാൽ അന്ന് അതത്ര കാര്യമാക്കിയൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതാ ജോലിയുടെ ഭാഗമാണ്. ഇപ്പം പിന്നെ എല്ലായിടത്തും ഗ്യാസും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ബിരിയാണി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വിറകടുപ്പ് തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാര്യം അതാകുമ്പോഴത്തേക്കും ദം ബിരിയാണിയൊക്കെ ആകുമ്പോഴത്തേക്കും മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇത് റെഡിയാക്കിയതിന് ശേഷം മേളിൽ കാനിലൊക്കെ ഇട്ട് അത് ഏകദേശം 1-2 മണിക്കൂർ എത്ര സമയം ഇരുന്നാലും എത്ര നല്ലതാണ്. അങ്ങനെ ഇരിക്കണം. അതാ ഇരിക്കുമ്പോഴത്തേക്കാണ് അത് നല്ല ടേസ്റ്റായിട്ടൊക്കെ കിട്ടുന്നത്. ദം ബിരിയാണി അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പിനെക്കാട്ടിൽ കൂടുതൽ വിറകടുപ്പ് തന്നെ എല്ലായിടത്തും. നമ്മുടെ നാട്ടിൽ മാത്രമല്ല മിക്ക സ്ഥലത്തും ഈ വിറകടുപ്പൊക്കെ തന്നെയാണ് അന്ന്. അതല്ലേ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില പിന്നെ നാട്ടിൻപുറത്തെ ഉള്ള കടകളിലൊക്കെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് കൂടുതലോ വല്ലതാണ് ഈ വിറകടുപ്പിൽ വെക്കുന്നത്. അത് രണ്ട് രീതിയാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ അടുക്കളയൊക്കെ പാചകം ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വിറകിനെക്കാട്ടിൽ കൂടുതൽ ഗ്യാസ് തന്നെ. കാരണം പെട്ടെന്ന് റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഓരോരുത്തർ ജോലിക്കൊക്കെ പോകണം, അല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ടിഫിൻ ഉണ്ടാക്കണം, അതൊക്കെ ഗ്യാസ് ഉണ്ടായാലേ പറ്റുള്ളൂ. വിറക് കത്തിച്ച് തീ പിടിപ്പിച്ച് അടുപ്പത്ത് വെച്ച് വേണ്ടി വരുമ്പോഴത്തേക്ക് കൂടി മണിയടിക്കും. മനസ്സിലായോ? അപ്പം തീർച്ചയായിട്ടും ഗ്യാസ് അടുപ്പ് വന്നതിന് ശേഷം പാചകം മറ്റുള്ളതിനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡായി. എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായി ഗ്യാസ് അടുപ്പ് വന്നതിന് ശേഷം. പക്ഷേ വിറകടുപ്പ് കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ ഫങ്ഷനൊക്കെ അത് ഗ്യാസിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ 10,000-2,000 പേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കുറ്റി ഗ്യാസ് കൊടുക്കും? കാര്യം അത് കറക്റ്റായിട്ട് നമുക്കത് വിറകടുപ്പ് അത് സമയമുണ്ട്. ഇപ്പം നാളെ കല്യാണം അല്ല നാളെയാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തലേന്നാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അത്ര സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിറകടുപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിറകടുപ്പ് തന്നെയാണ് കുറച്ചുകൂടെ നല്ലതെന്നും അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ രണ്ടായിട്ട് തന്നെ കാണുന്ന ആരുമാണ്. അതായത് വീട്ടിലൊക്കെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ് തന്നെ നല്ലത്. ഇപ്പോൾ രുചി വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആ രുചി വ്യത്യാസമൊന്നും അങ്ങനെ വരാൻ സാധ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, ഒരു 50 കിലോ 100 കിലോ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത് ഫ്രൈ ആയിട്ട് കൊടുക്കണം. നമുക്കത് ഗ്യാസ് അടുപ്പ് വെച്ച് റെഡിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശകലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ. ഇത് വാർപ്പിൻ്റെ അകത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് കനലയിൽ ഇരുന്നാണ് നല്ല ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇപ്പോൾ വിറകടുപ്പിലും അങ്ങനെ ഇരുന്നാൽ നല്ലതാണ്, നല്ല ടേസ്റ്റായിട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്യാസ് അടുപ്പാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്താലും നമ്മൾ പറയത്തില്ലേ, നാട്ടുഭാഷ പറയത്തില്ല, കൈപ്പുണ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചമ്മന്തി ആൾക്കാർ ഇത് ടേസ്റ്റ് കിട്ടുമെന്ന്. അതും ഒരു ഭാഗ്യം തന്നെയാണ്. ഈ കൈപ്പുണ്യം എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാൻ എൻ്റെ ഉമ്മ വെച്ച് തന്ന ഇതിന് ഇന്ന ഒരു മീൻകറിക്ക് ഭയങ്കര രുചിയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്, ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യമുണ്ട്. ഈ കൈപ്പുണ്യം എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് ഇയാളുടെ അഭിപ്രായം? നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട് കൈപ്പുണ്യം എന്ന് പറയുന്നത്. അത് പണ്ട് തൊട്ടേ ഇതേ വരെ ഇങ്ങനെ കൈമാറി വരുന്ന ഒരു ഭാഷയാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഉമ്മമാരും അമ്മമാരും അതേപോലുള്ള പ്രായമുള്ള ആൾക്കാർ പണ്ട് വീട്ടിൽ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരത് ശ്രദ്ധിക്കും, ഇതെങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ അവർ എപ്പോഴെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ആ രീതി തന്നെ അവർ ചെയ്യും. അപ്പോഴത്തേക്ക് അത് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് തോന്നാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്ക് പറയും ഇതെൻ്റെ ഉമ്മ ചെയ്തതാണ്, ആ ഉമ്മയുടെ കൈപ്പുണ്യം ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇച്ചിരി ചമ്മന്തി അല്ലെങ്കിൽ ഒരു മുളക് പൊട്ടിച്ചാൽ അതിനൊരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഞാനത് ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റായിരിക്കും. നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റ് വരും. ഈ ടേസ്റ്റ് അതൊക്കെ കിട്ടണമെന്നില്ല.
അതൊക്കെ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രക്രിയ. പിന്നെ നമ്മൾ ഈ പാചകം ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ്റെ ഫുഡ് ചെയ്യുന്ന രീതിക്ക് ഞാൻ പറയാം, ഒരാൾക്ക് വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ 1000 പേര് അല്ല 2000 പേർക്ക്, ആ 2000 പേർക്ക് 2000 ഇഷ്ടങ്ങളാണ്. എൻ്റെ ടേസ്റ്റ് അല്ലായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയും പേർക്കും അത് ടേസ്റ്റോടെ കൊടുക്കണം, അതൊരു വലിയ കടമ തന്നെ. ഒരു ഒറ്റ മിനിറ്റ്, അതിനൊരു ഇത് ചോദിച്ചോട്ടെ. ഈ 2000 പേരിൽ കൂടുതലും നിങ്ങൾ നടത്തുന്ന പല കല്യാണങ്ങളിലും നല്ല ഫുഡാന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒത്തിരി കല്യാണം കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫുഡാണ്. അന്നപ്പോ 2000 പേർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ അതാണ് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞത്. അതിപ്പോൾ 2000 പേർക്കും അത് ഇഷ്ടപ്പെടും. ഒരു പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 പേര് പറയാം, ഓ ആ പരിപാടി കൊള്ളത്തില്ല, പൊളിഞ്ഞാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ബാധിക്കും. ഈ നല്ലതെന്ന് പറഞ്ഞവനും പിന്നെ മാറ്റി പറയും, ഓ ആ ശരിയാണ്, ആ ചേട്ടൻ പറഞ്ഞ ശരിയാണ്, അങ്ങനെ പറയും. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് തൃപ്തിയാകുന്ന രീതിയിലും ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ പഠിക്കുക. കാരണം ആരും കുറ്റം പറയരുത്, ആരും തല്ലരുത്. ഞങ്ങളെ ഈ കല്യാണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകും. പക്ഷെ ചില കേറ്ററിംഗ് ആൾക്കാരുടെ പരിപാടികളിൽ കേറ്ററിംഗുകാരുടെ ചില ചെറിയ വർക്കിനാണെങ്കിലും വലിയ വർക്കിനാണെങ്കിലും ഞങ്ങളെല്ലാവരുടെയും ഇത് കവർ ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഞങ്ങൾക്ക് തന്നെ തോന്നും എന്നോ രുചിയുള്ള ഫുഡാണ്. പക്ഷെ ഞങ്ങളത് നേരെ ആ കലവറയിൽ ചെന്ന് ആ പാചകക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ പറയുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് ഭയങ്കര ഒത്തിരി കിട്ടിയിട്ടില്ലേ. ഒരുപാട് സന്തോഷത്തിന്റെ ഒരു കാര്യം വലിയ വലിയ ആൾക്കാരൊക്കെ ആ ഫംഗ്ഷന് വരുമ്പോഴത്തേക്കും അവർ വേറെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ചില ആൾക്കാർക്ക് അറിയാം ഇത് ഉണ്ടാക്കിയത് പാചകക്കാരെന്ന് പറഞ്ഞാൽ അടുക്കളയില്ല. പല ആൾക്കാരും വന്ന് പാചകപ്പര വന്ന് ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കും. ഞങ്ങൾ പറയും പിക്കും വേണ്ടത് ഡ്രസ്സെല്ലാം എടുക്കും. അത് പ്രശ്നമല്ല, അങ്ങനത്തെ നല്ല മനുഷ്യരുമുണ്ട് കേട്ടോ. ഒന്ന് കൈ തരുകയും നമ്മൾ ആ ഡ്രസ്സ് മേടിക്കുക, അടുത്ത വർക്ക് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സത്യത്തിനുണ്ടല്ലോ. ഇതുപോലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കും ആർക്കാണ് സന്തോഷമില്ലാത്ത, എല്ലാവർക്കും സന്തോഷമല്ലേ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഇൻട്രോ എടുക്കത്തില്ലേ, വില്ലേജ് സ്പൈസസ് എന്നുള്ളത്, അത് ഭയങ്കര ഒരു എന്തോ ആ വോയിസ് ഭയങ്കര ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്. വില്ലേജ് സ്പൈസസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ അവതരിപ്പിക്കുന്നില്ല ആ ഇൻട്രോ. പലരും എന്നോട് ചോദിച്ചു, അത് രസമാണ്, ഒരു പക്ഷേ പ്ലാൻ ചെയ്തത് പറയുന്നതല്ല. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു പക്ഷേ അത് ഈ എൻ്റെ ഈ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലിൽ അത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരോടും എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. അത് അങ്ങനെ ആയതാണ്, അല്ലാതെ ഒരു പ്ലാൻ ചെയ്തൊന്നും പറഞ്ഞതല്ല. ഏതായാലും ശരി, ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എഡിറ്റിംഗ് മീഡിയ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് അങ്ങയുടെ കുറച്ച് സമയം മാറ്റി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വളർന്നു വരട്ടെ.